നമ്മൾ ഒരാളെ പരിചയപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ടി വരുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിനക്ക് സഹോദരങ്ങളുണ്ടോ? നിനക്ക് അനിയത്തിയാണോ? ചേട്ടനാണോ? തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോണത് അത്തരം സെന്റൻസുകളാണ്. സഹോദരങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും എങ്ങനെ പറയാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത്തരം വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നിനക്ക് സഹോദരങ്ങളുണ്ടോ? അല്ലേ? നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിനക്ക് സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടോ? സോ എങ്ങനെ നമുക്ക് ചോദിക്കാം ഇംഗ്ലീഷിൽ? ഡു യു ഹാവ് എനി ബ്രദേഴ്സ് ഓർ സിസ്റ്റേഴ്സ്? ഡു യു ഹാവ് എനി ബ്രദേഴ്സ് ഓർ സിസ്റ്റേഴ്സ്? ഈ ബ്രദേഴ്സ് ഓർ സിസ്റ്റേഴ്സ് എന്നുള്ളതിൻ്റെ മറ്റൊരു വാക്കാണ് സിബ്ലിംഗ് എന്നുള്ളത്. ഓക്കെ, സിബ്ലിങ്സ് എന്ന് പറഞ്ഞാൽ ബ്രദേഴ്സ് ഓർ സിസ്റ്റേഴ്സ് എന്നുള്ള മീനിങ് തന്നെയാണ്. സോ നമുക്ക് മറ്റൊരു ഇതിലും ചോദിക്കാം, ഡു യു ഹാവ് എനി സിബ്ലിങ്സ് എന്നും ചോദിക്കാം. ഡു യു ഹാവ് എനി സിബ്ലിങ്സ്? ഹാവ് യു ഗോട്ട് എനി സിബ്ലിങ്സ്? ആ രീതിയിലും ചോദിക്കാം. ഹാവ് യു ഗോട്ട് എനി സിബ്ലിങ്സ്? ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഡു യു ഹാവ് എനി ബ്രദേഴ്സ് ഓർ സിസ്റ്റേഴ്സ്? ഡു യു ഹാവ് എനി സിബ്ലിങ്സ്? ഹാവ് യു ഗോട്ട് എനി സിബ്ലിങ്സ്? ഇങ്ങനെ എന്ത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം. എങ്ങനെ നമുക്ക് ഉത്തരം പറയാം? ഉത്തരങ്ങൾ പലതായിരിക്കും അല്ലേ? ചിലപ്പോൾ ബ്രദേഴ്സ് ഉണ്ടാവും, ചിലപ്പോൾ സിസ്റ്റേഴ്സ് ഉണ്ടാവും, ചിലപ്പോൾ ബ്രദേഴ്സും സിസ്റ്റേഴ്സ് ഉണ്ടാവും, ചിലപ്പോൾ അത് യങ്ങർ ആയിരിക്കും, എൽഡർ ആയിരിക്കും, പലതും ഉണ്ടാവും. നമ്മളിനി അതൊക്കെല്ലാം എങ്ങനെയാണ് നോക്കാം. ഇല്ല, ഞാൻ ഒറ്റ മകനാണ്. ഇതാണ് നിങ്ങളുടെ ആൻസർ എങ്കിൽ. അപ്പോൾ നിങ്ങൾ ഒരാളോട് ചോദിക്കുമ്പോൾ അവരുടെ ആൻസർ ഇല്ല, ഞാൻ ഒറ്റ മകനാണ് എന്നുള്ളതാണെങ്കിൽ നമുക്കത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? നോ, ഐ ആം ആൻ ഓൺലി ചൈൽഡ്. നോ, ഐ ആം ആൻ ഓൺലി ചൈൽഡ്. ഇനി അതല്ല, ഉണ്ട്, എനിക്ക് 2 ചേട്ടന്മാരുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരമെങ്കിലോ? നിങ്ങൾക്ക് 2 ചേട്ടന്മാരുണ്ട്, ഇതാണ് നിങ്ങളുടെ ആൻസർ എങ്കിൽ, യെസ് ഐ ഹാവ് 2 എൽഡർ ബ്രദേഴ്സ്. യെസ് ഐ ഹാവ് 2 എൽഡർ ബ്രദേഴ്സ്. ഇവിടെ എന്തുകൊണ്ടാണ് എൽഡർ എന്ന വാക്ക് ഉപയോഗിച്ചത്? ചേട്ടന്മാരാണ്. ഓക്കെ, നിങ്ങളെക്കാട്ടി മൂത്ത ആളുകളാണ്. സോ ഇവിടെ എൽഡർ ബ്രദേഴ്സ് എന്നാണ് വരിക. അടുത്തതായിട്ട് നിങ്ങൾക്ക് അനിയന്മാരാണുള്ളത്. നിങ്ങൾക്ക് 2 അനിയന്മാരാണ് ഉള്ളതെങ്കിൽ എങ്ങനെ പറയാം? യെസ് ഐ ഹാവ് 2 യങ്ങർ ബ്രദേഴ്സ്. ഐ ഹാവ് 2 യങ്ങർ ബ്രദേഴ്സ്. നേരത്തെ നമ്മൾ പറഞ്ഞത് എൽഡർ ബ്രദർ ആയിരുന്നു, മൂത്ത ആളുകളായതുകൊണ്ട്. ഇപ്പോൾ അനിയന്മാരാണ്, നിങ്ങളെക്കാട്ടി പ്രായത്തിന് കുറഞ്ഞവരാണ്. സോ എങ്ങനെ പറയാം? ഐ ഹാവ് 2 യങ്ങർ ബ്രദേഴ്സ്. ഇനി എനിക്കൊരു അനിയനും ഒരു അനിയത്തിയുമുണ്ട്, അങ്ങനെയാണെങ്കിലോ? ഒരു അനിയനും അനിയത്തിയുമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ എങ്ങനെ പറയാം? യെസ് ഐ ഹാവ് എ യങ്ങർ ബ്രദർ ആൻഡ് എ യങ്ങർ സിസ്റ്റർ. യെസ് ഐ ഹാവ് എ യങ്ങർ ബ്രദർ ആൻഡ് എ യങ്ങർ സിസ്റ്റർ. ഇനി നിങ്ങൾക്ക് 2 അനിയത്തിമാരാണ് ഉള്ളതെങ്കിലോ? യെസ് ഐ ഹാവ് 2 യങ്ങർ സിസ്റ്റേഴ്സ്. യെസ് ഐ ഹാവ് 2 യങ്ങർ സിസ്റ്റേഴ്സ്. അനിയത്തിമാരാണ്, യങ്ങർ എന്നാണ് അപ്പോൾ നമ്മൾ പറയേണ്ടത്. എനിക്കൊരു ചേട്ടനും ഒരു അനിയത്തിയുമാണ് ഉള്ളതെങ്കിലോ? ഒരു ചേട്ടൻ, നമുക്കറിയാം ചേട്ടൻ എന്ന് പറയുമ്പോൾ എൽഡർ ബ്രദർ ആണ്, അനിയത്തി എന്ന് പറയുമ്പോൾ യങ്ങർ സിസ്റ്റർ ആണ്. സോ എങ്ങനെ പറയാം? യെസ് ഐ ഹാവ് ആൻ എൽഡർ ബ്രദർ ആൻഡ് എ യങ്ങർ സിസ്റ്റർ. ഐ ഹാവ് ആൻ എൽഡർ ബ്രദർ ആൻഡ് എ യങ്ങർ സിസ്റ്റർ. സോ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇത്തരം വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.